ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻ്റ് ഹബ്ബും ആഗോള ട്രാൻസ്ഷിപ്മെൻ്റ് ഹബ്ബുമായ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻ്റ് സീപോർട്ട് തിരുവനന്തപുരമാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിലായി കാണുന്നത് നമ്മുടെ യാർഡ് പോർഷനാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നതാവട്ടെ വളരെയധികം സന്തോഷം നിറഞ്ഞ നിമിഷം പങ്കുവെച്ചതിന് ശേഷം ആ സന്തോഷം നേരിട്ട് കാണാൻ വേണ്ടിയാണ്. അതായത് 1000ാമത് കപ്പൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ 2 ദിവസം മുന്നേ പോസ്റ്റ് ചെയ്തിരുന്നു. കാരണം പലരും ആകാംക്ഷയോടെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കപ്പലിൻ്റെ വീഡിയോ, അതുകൊണ്ടാണ് നേരത്തെ പോസ്റ്റ് ചെയ്തത്. ഇനി കപ്പൽ കാണാൻ ബർത്തിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ യാർഡ് പോർഷൻ്റെ മനോഹരമായ വിഷ്വലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാൻ പലപ്പോഴായിട്ടും നമ്മൾ ഈ കാണുന്ന വിഷ്വൽ എല്ലാം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് പലപ്പോഴായിട്ട് നമ്മുടെ ചാനൽ ധാരാളം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും പിന്നെയും കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ്. ഓരോ ദിവസവും ഓരോ പടി മുന്നോട്ട് പോകുന്ന നമ്മുടെ പോർട്ടിൻ്റെ ഓരോ വിവരവും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെയധികം ആകാംക്ഷയാണ്. എനിക്ക് വളരെ ക്രൈസാണ്. ഇത് ലോകരാജ്യങ്ങളിൽ തന്നെ ചർച്ചയാകേണ്ട ഒരു പോർട്ട് തന്നെയാണ്. ചർച്ചയായിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യാണ്. കാരണം 800 മീറ്റർ മാത്രമുള്ള ബെർത്ത് നീളമുള്ള നമ്മുടെ പോർട്ടിലാണ് 1000ാമത് കപ്പലെത്തുന്നത്. വളരെ ഫാസ്റ്റായിട്ട് 20 മാസം കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് കണ്ടെയ്നർ മൂവ്മെൻറ്റ് നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, ഈ അടുത്ത 1-2 മാസമായിട്ട് 1,00,000 TEU പെർ മന്ത് ട്രാൻസ്ഷിപ്മെൻറ്റ് നമുക്ക് നടത്തുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബെർത്തിൻ്റെ നീളം 800 മീറ്ററാണ്. നമ്മൾ ഈ കാണുന്ന STS ക്രെയിനുകൾ 8 STS ക്രെയിനുകളാണ്. അതിനോടനുബന്ധിച്ചുള്ള യാർഡ് ക്രെയിനുകളും നമ്മൾ ഈ കാണുന്ന ട്രെയിലർ ലോറിയും ഇത് ഓപ്പറേറ്ററും എല്ലാവരും ഒരേ മനസ്സോടെ വലിയ ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരേ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോയത് കൊണ്ടാണ് ഓരോ മാസവും 1,00,000 TEUക്ക് മുകളിൽ ട്രാൻസ്ഷിപ്മെൻറ്റ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. അതിൽ വലിയൊരു നേട്ടമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന MSC ലുസിയാന എന്ന് പറയുന്ന MSCയുടെ തന്നെ ലാർജ് വെസൽ 1000ാമത് നമ്മളെ കപ്പലിലെത്തുന്നത്, നമ്മുടെ പോർട്ടിലെത്തുന്നത്. ഇത് നമ്മുടെ രാജ്യം തന്നെ വളരെ അധികം ആഘോഷിക്കേണ്ട ഒരു ചടങ്ങായിരുന്നു. പക്ഷേ നമ്മളെ പോർട്ടിൽ ചെറിയൊരു പ്രോഗ്രാം നടത്തി അതിൽ തീർന്നു. എന്നാലും ഒരു ചെറിയൊരു വിഷമം തന്നെയുണ്ട്. ഞാൻ മറ്റേ വീഡിയോയിലും പറഞ്ഞു. പക്ഷേ പല രാജ്യങ്ങളിലും 1000ാമത് കപ്പൽ എത്തേണ്ട ഒരു ലാർജ് വെസൽ അവരുടെ പോർട്ടിൽ വന്നാൽ തന്നെ അതൊരു ആഘോഷമാകുന്ന ദിവസങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ പോർട്ടിലാണെങ്കിൽ ലാർജ് വെസൽ, അൾട്രാ ലാർജ് വെസൽ, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ ഉൾപ്പെടെയുള്ള അയർണ സീരീസിൽ തന്നെ എല്ലാ കപ്പലും നമ്മുടെ പോർട്ടിൽ വന്നു കഴിഞ്ഞു. ഇപ്പോഴും ഓരോ ആഴ്ചയും 1, 2, 3 ലാർജ്, അതായത് അൾട്രാ ലാർജ് വെസൽ കപ്പലുകളാണ് വരുന്നത്. അൾട്രാ ലാർജ് എന്ന് പറയുമ്പോൾ ഏകദേശം 399 മീറ്റർ നീളമുള്ള 24,000 TEUക്ക് മുകളിൽ കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള കപ്പലുകൾ ദിനം പ്രതി വന്നു പോകുന്ന ആഗോള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബാണ് നമ്മുടെ പോർട്ട് എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അതിന് അതായത് അതിൻ്റെ നേട്ടങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ, ഇന്ത്യയിലേക്കുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് കയ്യിൽ ഒതുക്കിയിരുന്ന സിംഗപ്പൂർ, കൊളംബോ, ദുബായ് പോർട്ടുകളിൽ നിന്നും പൂർണ്ണമായിട്ടും ട്രാൻസ്ഷിപ്മെൻറ്റ് നമ്മുടെ പോർട്ടിലേക്ക് മേടിച്ചെന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലേക്ക് മേടിച്ചെന്ന പോർട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുമാത്രമല്ല, ഈ വിഷ്വൽ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്ന അസ്തമയ സൂര്യൻ്റെ പ്രഭാകിരണങ്ങളാൽ പോർട്ടും നമ്മുടെ 1000ാമത് കപ്പൽ നമുക്കിവിടെ കാണാനായി സാധിക്കും. ഉണ്ടോ, ഇതാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ 2 ദിവസം മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. MSC ലുസിയാന എന്ന് പറയുന്ന 363.5 മീറ്റർ നീളമുള്ള 48.5 മീറ്റർ വീതിയുള്ള ഏകദേശം 5.5 മീറ്റർ ഡ്രാഫ്റ്റുള്ള കപ്പലിന് 11,000 സംതിങ് കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള കപ്പൽ. പഴക്കം ചെന്ന കപ്പൽ തന്നെ 2009 ബിൽഡ് ചെയ്ത കപ്പലാണ്. പക്ഷേ ഈ കപ്പലിൻ്റെ പ്രത്യേകത തീർച്ചയായിട്ടും ഹിസ്റ്ററിയിൽ എഴുതി ചേർക്കാൻ പറ്റുന്നത് 1000ാമത് കപ്പൽ തന്നെയാണ്. അങ്ങനെ എഴുതി ചേർത്തൊരു കപ്പലുണ്ട്. നമുക്ക് 2024 ജൂലൈ ആണെന്ന് തോന്നുന്നു ആദ്യ കണ്ടെയ്നർ ഷിപ്പ് മാസ്കിൻ്റെ സാൻ ഫെർണാണ്ടോ എന്ന കണ്ടെയ്നർ ഷിപ്പും. അതും തീർച്ചയായിട്ടും ചരിത്രത്തിൽ എഴുതി ചേർക്കേണ്ട ഒരു നിമിഷം തന്നെയാണ്. ഇത് കണ്ടതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ പോർട്ടിലേക്ക്, അതായത് നമ്മൾ എവിടെ നിന്നാണോ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് മീൻസ് പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൽ നിന്നാണ് നമ്മൾ വന്ന് അതിലോട്ട് നമ്മൾ തിരിച്ചു പോകുന്നു. ഇതാണ് നമ്മുടെ ബെർത്ത് പോർഷൻ. STS ക്രെയിനുകളെ കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു കടലിൻ്റെ സൈഡിൽ നിന്നും ഈ ബെർത്തിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 70-75 മീറ്ററാണെന്ന് തോന്നുന്നു. നീളം നമുക്ക് ഫസ്റ്റ് ഫേസിൽ 800 മീറ്ററാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഫേസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് 1200 മീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ ബെർത്തിൻ്റെ നീളം 2000 മീറ്ററിലേക്കാണ് മാറുന്നത്. ഇപ്പോൾ നമുക്ക് ട്രെയിലർ ലോറികളെ കാണാനായി സാധിക്കുന്നുണ്ടോ, വെയിറ്റ് ചെയ്തിരിക്കുന്ന ട്രെയിലർ ലോറികൾ കാണാൻ സാധിക്കും. ഉടൻ തന്നെ ഇത് ഫാസ്റ്റ് മൂവ്മെൻറ്റ് നടത്തും. തീർച്ചയായിട്ടും അങ്ങനെ ഫാസ്റ്റ് മൂവ്മെൻറ്റ് നടത്തുന്നതുകൊണ്ട് തന്നെയാണ് അതായത് അനുകൂലവും പ്രതികൂലവുമായ കാലാവസ്ഥകൾ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസത്തിൽ മഴ വളരെ കൂടുതലായിരുന്നു. അതിൻ്റെ അപ്പുറത്തും മഴയും കാറ്റും കൂടുതലായിരുന്നു. ആ സമയത്തും ഫുള്ളി ഓട്ടോമാറ്റൈഡ് ക്രെയിനുകളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് മൂവ്മെൻറ്റ് നടത്തിയത് കൊണ്ട് തന്നെയാണ് വലിയ നേട്ടങ്ങളിലേക്ക്, വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ
പെർ മന്ത് 1 ലക്ഷം TVക്ക് മുകളിൽ, അല്ലെങ്കിൽ കണ്ടെയ്നർ മൂവ്മെൻറ്റ് പെർ അവറിൽ 30 കണ്ടെയ്നർ മൂവ്മെൻറ്റ് മുകളിൽ നമുക്ക് ട്രാൻസ്ഷിപ്മെൻറ്റ് ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ ആക്യുറസിയോടെ അത് നടക്കുന്നുകൊണ്ട് തന്നെയാണ്. അതിനെല്ലാവരും ഈ നമ്മുടെ പോർട്ട് റിലേറ്റഡ് എല്ലാവരും ഒരേ സ്വരത്തിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ പറയുന്ന യാർഡ് പോർഷൻ വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. കണ്ടോ, വളരെ മനോഹരമാണ് യാർഡ് പോർഷൻ. പലപ്പോഴായിട്ട് ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നമ്മുടെ ഓപ്പറേറ്റർ റൂമിൻ്റെ അവിടെ നിന്നും പലപ്പോഴായിട്ട് ഇവിടെ നിന്ന് ഈ പോർട്ടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്, ഈ കണ്ടെയ്നർ വരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇതിൻ്റെ ലൈൻസ് എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ് വരുന്നത് ഉൾപ്പെടെ ഞാൻ പലപ്പോഴായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിയാൽ, വർഷങ്ങൾക്ക് മുന്നുള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാനായി സാധിക്കും. എനിക്ക് വളരെയധികം ആഗ്രഹവും വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു വിഷ്വൽ തന്നെയാണ് ഇതെല്ലാം. ഇതാണ് നമ്മുടെ ഈ പറയുന്ന ഓപ്പറേഷൻ റൂം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ പോർട്ട് ഓഫീസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഇരുന്നിട്ടാണ് ഈ ക്രെയിനുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. കപ്പൽ കണ്ട് വളരെ മനോഹരമായിരുന്നു കപ്പൽ. നമ്മൾ ആ സന്തോഷം പങ്കുവച്ചതിന് ശേഷം തിരിച്ച് പോർട്ടിലേക്ക് വരികയാണ്. ഇതാണ് പോർട്ടിൻ്റെ സൈഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു വീഡിയോയിലേക്കാണ്. ആകാംക്ഷയോടെ എന്ന് പറയാൻ കാരണം, ഉടൻ തന്നെ ഗേറ്റ് വേ കാർഗോ ഓപ്പൺ ആക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഓപ്പൺ ആക്കണമെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പല ഓഫീസുകളും നമ്മുടെ പോർട്ടിനകത്ത് വരണം, പോർട്ടിനകത്തും പുറത്തും വരണം. അതുപോലുള്ള ഓഫീസ് ബിൽഡിങ്ങുകളെല്ലാം നമ്മൾ പോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ NH66 ലിങ്ക് ചെയ്യുന്ന 1700 മീറ്റർ ലിങ്ക് റോഡിൻ്റെ പലപ്പോഴും അപ്ഡേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അപ്ഡേഷൻ പോർട്ടിനകത്ത് നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ലിങ്ക് റോഡിൻ്റെ എൻഡ് പോർഷൻ, അതായത് NH66 വരെ നമ്മൾ പോകും. ആ വീഡിയോ ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. പോകുമ്പോൾ നമ്മൾ തൊട്ട് മുന്നേ കണ്ട നമ്മളെ യാർഡ് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായി സാധിക്കും. ഫുൾ ലോഡ് കണ്ടെയ്നറാണ് ഇവിടെ മൊത്തവും ഉള്ളത്. അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ സ്ലോയിൽ മാത്രമാണ് ഇവിടെ നിന്നും വാഹനങ്ങൾക്ക് പോകാനായി സാധിക്കുക. കണ്ടോ, ഇതാണ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ധാരാളം കണ്ടെയ്നർ. 40 ഫീറ്റ് 45 ഫീറ്റ് പല വലിപ്പത്തിൽ. അതായത് എനിക്ക് ഏറ്റവും കൂടുതലുള്ള കണ്ടെയ്നർ 20 ഫീറ്റ്, അത് കഴിഞ്ഞ് 40 ഫീറ്റ്, പിന്നെ 45 ഫീറ്റ് വളരെ റെയറാണ്. പക്ഷേ 45 ഫീറ്റുള്ള കണ്ടെയ്നറും നമുക്കിവിടെ കാണാനായി സാധിക്കും. അതും കാരണം ഗ്ലോബൽ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായതിനാൽ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള കണ്ടെയ്നറുകൾ ഇവിടെ വന്നിട്ടാണ് പോകുന്നത്. നേരത്തെ നടത്തിക്കൊണ്ടിരുന്നത്, അതായത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ട്രാൻസ്ഷിപ്മെൻറ്റ് പൂർണ്ണമായിട്ടും നേരത്തെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് കൊളംബോ പോർട്ട്, നല്ലൊരു സിംഗപ്പൂർ പോർട്ട്, ജബലലി പോർട്ട്, അങ്ങനെ കുറച്ച് പോർട്ടുകളാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ട്രാൻസ്ഷിപ്മെൻറ്റ് പൂർണ്ണമായിട്ടും ഇന്ത്യയിലോട്ട് മാറ്റിയ ഒരേ ഒരു പോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സീപോർട്ട് തിരുവനന്തപുരം എന്ന് നമുക്ക് പറയുന്നത്. തിരുവനന്തപുരക്കാർക്ക് നമുക്ക് അഭിമാനിക്കാം, ഇന്ത്യക്കാർക്കും തീർച്ചയായിട്ടും നമ്മുടെ പോർട്ട് കൊണ്ട് അഭിമാനിക്കാമെന്നുള്ള നിമിഷം തന്നെയാണ്. ആ പോർട്ടിൻ്റെ രണ്ടാം ഘട്ട വർക്കുകളാണ് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നത്. അത്രത്തോളം ട്രാൻസ്ഷിപ്മെൻറ്റ് ഇങ്ങോട്ട് മാറിയതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, നിലവിൽ ഈ പറഞ്ഞ MSC പോലുള്ള വലിയൊരു ഷിപ്പിംഗ് കമ്പനിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അതിനാൽ ധാരാളം കണ്ടെയ്നർ കപ്പൽ, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ ഉൾപ്പെടെ നമ്മുടെ പോർട്ടിൽ വന്നിട്ടുണ്ടോ, അതും MSCയുടെ കപ്പൽ തന്നെയാണ്. പിന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അദാനി ഗ്രൂപ്പാണ്. നമുക്കറിയാം മുണ്ട്ര പോർട്ട് അദാനിയുടെ സ്വന്തമായിട്ടുള്ള പ്രൈവറ്റ് പോർട്ട് തന്നെയാണ്. അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അതിനാൽ പല ഇൻ്റർനാഷണൽ ലെവലിലുള്ള ബന്ധങ്ങൾ അവർക്കുണ്ടാകും. അതിലൂടെ നമ്മുടെ പോർട്ടിൻ്റെ ഗുണം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ നമ്മുടെ പോർട്ട് വളരെ വളരെ ഫാസ്റ്റായിട്ട് ഫേമസ് ആവാനും വലിയൊരു മാറ്റങ്ങളിലേക്കുമാണ് നമ്മുടെ പോർട്ട് പോകുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണ് 1000ാമത് കപ്പൽ തൊട്ട് മുന്നേ നമ്മുടെ പോർട്ടിൽ വന്നിട്ടുള്ളത്. കാരണം 1000 കപ്പലുകൾ 20 മാസത്തിനകത്ത് വന്ന ലോകത്തിലെ അപൂർവമായ പോർട്ട്, അല്ലെങ്കിൽ ലോകത്തിൽ വേറെ പോർട്ട് ഇല്ല എന്ന് പറയാം. അപ്പോൾ ചോദിക്കും, സിംഗപ്പൂരും കൊളംബോയും ബാക്കിയുള്ള പോർട്ടിൽ 1000 കപ്പൽ വന്നിട്ടില്ലെന്ന് ചോദിക്കും. വന്നിട്ടുണ്ട്, പക്ഷേ അവിടുത്തെ ബെർത്തിൻ്റെ നീളം 800 മീറ്റർ അല്ല, കിലോമീറ്ററോളമാണുള്ളത്. നമ്മുടെ ബെർത്തിൻ്റെ നീളം 800 മീറ്റർ മാത്രമുള്ള നമ്മുടെ ബെർത്തിലാണ് 20 മാസം കൊണ്ട് 1000ാമത് കപ്പൽ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആദ്യം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായി സാധിക്കും. വേറൊരു പോർട്ടിനും അത്രയും വലിയൊരു ഇതില്ല. 20 മാസം കൊണ്ട് 800 മീറ്റർ നീളമുള്ള ബെർത്തിൽ 1000ാമത് കപ്പൽ എത്തിയെങ്കിൽ ഇത്രയും കപ്പലിനെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ടെക്നോളജിയുടെയും നമ്മളെ എക്സ്പീരിയൻസ്, നമ്മൾ പേഴ്സണലായിട്ട് തന്നെ ഇവർ ട്രെയിൻ ചെയ്ത ട്രെയിനർമാരുൾപ്പെടെ നമ്മുടെ ട്രക്ക് ഡ്രൈവർ ഉൾപ്പെടെ എല്ലാവരും ഒരേ ലെവലിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഈ വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനായി സാധിച്ചത്. പക്ഷെ പലരും ഇത് അംഗീകരിച്ചു തരാൻ തയ്യാറല്ല. പക്ഷെ നമ്മൾ അപ്പോഴും ഇത് ഉറച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെയാണ് സത്യാവസ്ഥ. ഇപ്പോൾ വന്ന 1000ാമത് കപ്പലിന് ഇന്ത്യ ഒട്ടാകെ ആഘോഷിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അതിന് പകരം ഇവിടെ ചില സോഷ്യൽ മീഡിയാസുള്ളവരും ചില മെയിൻ സ്ട്രീം മീഡിയാസും ചെയ്യുന്നത് യാർഡിലെ സ്റ്റോൺ കാണാനില്ല, സ്റ്റോണ് ഈ പറയുന്ന
സ്റ്റോൺ മൊത്തവും നമ്മുടെ പോർട്ടിൻ്റെ മുന്നിലൂടെ പട്ടാപ്പകൽ കടത്തിക്കൊണ്ടുപോയി. ഇങ്ങനെയൊക്കെയാണ് വാർത്ത കൊടുക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ വീഡിയോ ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം. നമ്മുടെ പോർട്ടിൻ്റെ അപ്ഡേഷൻ വീഡിയോ പലപ്പോഴായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ തന്നെ ഇവിടെ നടക്കുന്ന വർക്കുകളെല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വീഡിയോ കൊടുക്കാറുണ്ട്. പ്രീവിയസ് വീഡിയോ നോക്കിയാൽ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഫസ്റ്റ് ഫേസിൻ്റെയും സെക്കൻഡ് ഫേസിൻ്റെയും വീഡിയോസ് കറക്റ്റായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഈ സ്റ്റോണുകൾ എവിടേക്കാണ് പോയിട്ടുള്ളതെന്ന് വ്യക്തമായിട്ട് വീഡിയോയിൽ തന്നെ കാണാനായി സാധിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റോൺ വരെ ഈ സ്റ്റോണിൻ്റെ 90% നമുക്ക് പോകുന്നത് നമുക്ക് ഈ ബ്രേക്ക് വാട്ടറാണ് പോകുന്നത്. ഫസ്റ്റ് ഫേസ് 2960 മീറ്റർ ബ്രേക്ക് വാട്ടറായിരുന്നു. സെക്കൻഡ് ഫേസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ പലരും ചോദിച്ചു ഇത്രയും ഫാസ്റ്റായിട്ട് ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ പോകാനായി സാധിക്കുമോ എന്ന് ചോദിച്ചു. കാരണം മൺസൂൺ വരുന്നുണ്ട്. മൺസൂൺ വരുന്നതിന് മുന്നേ നമ്മൾ ബ്രേക്ക് വാട്ടർ വളരെ ഫാസ്റ്റായിട്ട് പോയാൽ മാത്രമേ നമുക്ക് ബെർത്തിൻ്റെ വർക്കുകൾ ചെയ്യാനായി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് പോയി 20-25 മീറ്റർ അല്ലെങ്കിൽ 30 മീറ്ററിനടുത്ത് ആഴമുള്ള കടലിൽ ബേസ്മെൻറ്റ് തന്നെ ഏകദേശം 125 മീറ്റർ വീതിയും ഏറ്റവും മുകളിൽ നമ്മൾ കാണുന്ന 30 മീറ്ററും വീതിയിലുമാണ്. 10 മീറ്റർ സെൻട്രൽ റോഡുമുണ്ട്. ഇത്രയും ഹൈറ്റിൽ സ്റ്റോൺ നിരത്തി വരുന്നതിന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5 ലക്ഷം ടൺ പാറ നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ 500 മീറ്ററാണ് നമുക്ക് ഈ പറഞ്ഞ ബ്രേക്ക് വാട്ടർ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് സാറ്റലൈറ്റ് വ്യൂ എന്നുള്ള മെഷർമെൻറ്റ് എടുക്കാം. കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ച 2-3 ആഴ്ചയ്ക്ക് മുന്നേ നമ്മൾ മെഷർമെൻറ്റ് എടുത്തപ്പോൾ ഏകദേശം 3450 മീറ്റർ 3400 മീറ്ററോളം 3450 മീറ്ററോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 500 മീറ്റർ അഡീഷണൽ ആയിട്ട് നമ്മൾ ബ്രേക്ക് വാട്ടർ വർക്കുകൾ കഴിഞ്ഞു. ആ ബ്രേക്ക് വാട്ടർ വർക്കിന് വേണ്ടിയാണ് ഈ സ്റ്റോൺ പൂർണ്ണമായിട്ടും പോയിട്ടുള്ളത്. അല്ലാതെ പോർട്ടിന് പെർമിഷൻ ഇല്ലാതെയോ അല്ലാതെ ഒരു ലോഡ് സ്റ്റോൺ പോലും പോർട്ടിൽ നിന്നും പട്ടാപ്പകൽ പുറത്തു കൊണ്ടുപോകും. പട്ടാപ്പകൽ രാത്രിയെ പുറത്തു കൊണ്ടുപോകാനായി സാധിക്കുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു തെളിവുമില്ലാതെയാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത്. ഇവിടെ നിന്ന് സ്റ്റോൺ പുറത്തേക്ക് കൊണ്ടുപോയി വിൽക്കേണ്ട ആവശ്യമൊന്നും ആർക്കും ഇല്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കും. എങ്കിലും നമ്മുടെ പോർട്ടിൻ്റെ നല്ല കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം ഉണ്ടാക്കി പറയുകയാണോ എന്നെനിക്കറിയില്ല. ഇത്രയും വളരെ വിഷമിച്ചായിരിക്കും വീഡിയോ ചെയ്യുന്നവർ ചിന്തിച്ചെടുത്ത് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വന്ന വഴി നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അത് മാത്രമല്ല യാർഡിൻ്റെ എൻഡ് പോർഷൻ, അതാണ് ഞാൻ ഇവിടെ നിർത്തിയത്. യാർഡിൻ്റെ എൻഡ് പോർഷനാണ് നമ്മൾ ഈ കാണുന്നുണ്ടോ. ഇതാണ് 800 മീറ്ററിന് പാരലായിട്ടുള്ള യാർഡിൻ്റെ എൻഡ് പോർഷനാണ് കാണുന്നത്. ഇവിടെ നിന്നാണ് രണ്ടാം ഘട്ട യാർഡിൻ്റെ വർക്കും, അതായത് ഇനിയും 80 ഹെക്ടർ ലാൻഡാണ് നമുക്ക് നികത്തിയെടുക്കേണ്ടത്. അതായത് ഇവിടെ വിഴിഞ്ഞംകാർക്ക് യാതൊരു ഡിസ്റ്റർബൻസും ഉണ്ടാവാത്ത രീതിയിൽ 80 ഹെക്ടർ ലാൻഡ് കടലിൽ നിന്നാണ് നികത്തിയെടുക്കുന്നത്. ബെർത്ത് ഉൾപ്പെടെ കടലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ യാർഡ് എക്സ്റ്റൻഷൻ സ്റ്റോണ് വേണ്ടി വരും. യാർഡ് എക്സ്റ്റൻഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ബ്രേക്ക് വാട്ടർ സ്റ്റോണ് വേണ്ടി വരും. ഇതെല്ലാ സ്റ്റോണും പൂർണ്ണമായിട്ട് നമുക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന യാർഡിൽ സ്റ്റോൺ ഇല്ലാത്ത കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള സ്റ്റോൺ ഇപ്പോൾ വരുന്നില്ല എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. വരാത്തതിന് കാരണം ഇപ്പോൾ കാരോട് കന്യാകുമാരി റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ആ റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയാൽ മാത്രമേ തമിഴ്നാട്ടിൽ ലോഡ് സ്റ്റോണുമായിട്ട് നമുക്കിവിടെ വരുള്ളൂ എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. കാരണം അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ധാരാളം ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ആ റോഡ് ഇപ്പോഴും നമ്മുടെ ഈ പറഞ്ഞ ചുറ്റി വരുന്ന റോഡൊക്കെ ആകുമ്പോൾ ധാരാളം സ്റ്റോൺ ലോഡ് വെച്ച് വരുമ്പോഴത്തേക്ക് അവിടെ ബ്ലോക്ക് ആവുന്നുണ്ട്. നിലവിൽ തമിഴ്നാട്ടിലുള്ള ആൾക്കാരെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയും ലോഡ് ഇവിടെ നിന്ന് കടന്നു പോകുന്നുണ്ട് എന്നൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ പറയുന്ന കാരോട് കന്യാകുമാരി റോഡ് കംപ്ലീറ്റ് ആയിട്ട് ഇനി സ്റ്റോൺ എത്തിച്ചാൽ മതി എന്നുള്ള സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ആടെ സ്റ്റോൺ ഇല്ലാത്തത്. പക്ഷേ നമ്മുടെ വർക്കിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. കാരണം ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ നേരത്തെ നടത്തിയത് കാരണം ബെർത്തിൻ്റെ വർക്കുകൾ കോൺക്രീറ്റ് ആണ് വേണ്ടുന്നത്. ആ വർക്കുകളെല്ലാം ബെർത്തിൻ്റെ വർക്കുകളെല്ലാം നടക്കുന്നുണ്ട്. ഡീറ്റെയിൽ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് വാട്ടറിൻ്റെ വർക്ക് നേരത്തെ പൂർണ്ണമായിട്ടും കഴിഞ്ഞ കാരണം ബെർത്തിൻ്റെ വർക്ക് ഇനി തിരമാലകളുടെ ബുദ്ധിമുട്ടില്ലാതെ ഈസി ആയിട്ട് നടത്താൻ സാധിക്കും. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ പോർഷനാണ് സ്കാനർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പറയുന്ന കണ്ടെയ്നറുമായിട്ട് വന്ന ട്രെയിലർ ലോറികളൊക്കെ സ്കാൻ ചെയ്തിട്ടായിരിക്കും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ ഈ പറയുന്ന ഗേറ്റ് വേ കാർഗോ ഓപ്പൺ ചെയ്യുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനായി സാധിക്കും. വളരെ ദൂരെയായിട്ട് കാണുന്നതാണ് നമ്മുടെ ഈ സെക്യൂരിറ്റി വിങ്ങിൻ്റെ ഹെഡ് ഓഫീസ് ഉൾപ്പെടെ സെക്യൂരിറ്റി വിങ്സ് എല്ലാം ആ പോർഷനിലാണുള്ളത്. ഇതാണ് നമ്മുടെ പോർട്ടിൻ്റെ മെയിൻ ഗേറ്റ് എന്ന് പറയുന്നുണ്ടോ. പെർമിഷൻ ഇല്ലാതെ ആർക്കും അകത്തോ പുറത്തോ പോകാൻ സാധിക്കില്ല. പേരും ഡീറ്റെയിലും മൊത്തം എഴുതി വെച്ച് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പോർട്ടിൻ്റെ അകത്തോ പുറത്തോ പ്രവേശിക്കാനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്രയും സെക്യൂരിറ്റിയാണ് ഇവിടെ, ടൈറ്റ് സെക്യൂരിറ്റി എന്ന് തന്നെ നമുക്ക് പറയാം. ഈ സെക്യൂരിറ്റി ഇടയ്ക്ക് കൂടിയാണ് ലക്ഷക്കണക്കിന് നാച്ചുറൽ സ്റ്റോൺ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പാറ ഇവിടെ നിന്ന് കടത്തിയെന്ന് പറയുമ്പോൾ ഈ പോർട്ടിനെ കുറിച്ച് അറിവില്ലാത്തവരാണിത് പറയുന്നത്. കാരണം ഒരിക്കലെങ്കിലും പോർട്ട് ഇവിടെ വന്ന് കണ്ടവർ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ കടത്താൻ പറ്റുമെന്ന്. അങ്ങനെ കടത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ നിലവിൽ ഈ സ്റ്റോണെല്ലാം പോയത് ബ്രേക്ക് വാട്ടറിന് തന്നെയാണ്. ബ്രേക്ക് വാട്ടറിൽ അവർക്ക് തീർച്ചയായിട്ടും അവരിൽ തന്നെ കണക്കുണ്ട്. പിന്നെ ബാക്കി അദാനി ഗ്രൂപ്പാണ് ഇതെല്ലാം നടത്തുന്നത്. അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അവർക്ക് തന്നെ തീർച്ചയായിട്ടും സോൾവ് ചെയ്യാനായി സാധിക്കുന്നതാണ്. ഇതാ നമ്മൾ ഈ കാണുന്ന ഈ പോർഷൻ, അതായത് നമ്മുടെ ഈ കാണുന്ന ഈ റൗണ്ട് പോർഷൻ മുതലാണ്
NH66 വരെ നീളുന്ന ലിങ്ക് റോഡിന് 1700 മീറ്റർ ഉള്ളത്. ഞാൻ പലപ്പോഴായിട്ട് ഇവിടെ നിന്നും വീഡിയോ പലപ്പോഴായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കണ്ട ഈ ഭാഗമെല്ലാം നേരത്തെ തന്നെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. വളരെ മനോഹരമായ ചെടികൾ വെച്ച് പിടിപ്പിച്ച് റോഡിന്റെ സൈഡിൽ വെച്ച് വളരെ മനോഹരം കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം പലപ്പോഴായിട്ട് നമ്മുടെ ലിങ്ക് റോഡിന്റെ സൈഡിൽ ഇങ്ങനെ ചെടികൾ വെച്ച് പിടിച്ച് പലരും ചോദിക്കുന്നുണ്ട്, ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടോ, അതോ ഇത് മാത്രമേ ഉള്ളൂ, ഇത് നശിച്ചു പോകില്ല എന്നൊക്കെ. പക്ഷെ അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മളീ കാണുന്ന റോഡിന്റെ ഇരുവശങ്ങളിലും ഈ സൈഡിൽ സെൻട്രൽ പോർഷനിൽ കാണുന്ന മനോഹരമായ ചെടികൾ. ഇതൊരു പ്രൈവറ്റ് ഫാമാണ്, ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അദാനി ഗ്രൂപ്പാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവർ പെർഫെക്റ്റ് ആയിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അതാണ് നമുക്കിവിടെ വളരെ ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം കസ്റ്റംസ് ഓഫീസ് നമുക്കിവിടെ കാണാനേ സാധിക്കണ്ടോ. കസ്റ്റംസ് ഓഫീസിന്റെ പണി നടക്കുന്ന സമയം ഉൾപ്പെടെ ഇതിന്റെ ബിൽഡിംഗ് പൂർത്തിയാക്കി ആദ്യമായിട്ട് നമ്മൾ ഇവിടുന്ന് ഫോട്ടോയും വീഡിയോ എടുത്ത സമയത്തൊക്കെ ഞാൻ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കസ്റ്റംസ് ഓഫീസ്. അപ്പോൾ എല്ലാ വർക്കുകളും, അതായത് നമ്മുടെ സ്കാനർ ഉൾപ്പെടെ കണ്ടെയ്നർ സ്കാനർ ഉൾപ്പെടെ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. പോർട്ടിലെ ഓഫീസുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാ വർക്കുകളും ഈ സ്ഥലത്ത്, അതായത് ഗേറ്റ് വേ തുറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ വർക്കുകളും ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇനി ഗേറ്റ് വേ കാർഗോ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ഇനിയുള്ള കണ്ടീഷൻസ് ആണ് നമുക്ക് ഇനി മുന്നോട്ട് പോകേണ്ടത്. നമുക്കെന്നാലും അവസാനമായിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഇനി നിലവിൽ നമുക്ക് ഈ ലിങ്ക് റോഡിന്റെ വശത്തൂടി തന്നെ പോകാം. കുറച്ച് ദിവസം മുന്നേ തന്നെ അതായത് NH സ്ഥലത്ത് നിന്ന് നാഷണൽ ഹൈവേയുടെ ഭാഗത്തു നിന്ന് ഒരു ട്രയൽ റൺ ഉണ്ടായിരുന്നു. അത് പോർട്ടിന്റെ ട്രയൽ റൺ അല്ല. അതായത് നാഷണൽ ഹൈവേയിലേക്ക് വാഹനങ്ങൾ കയറുമ്പോൾ ട്രാഫിക് സിഗ്നൽ എവിടെയൊക്കെയാണ് സ്ഥാപിക്കേണ്ടത് പല ടൈമിലുമാണ് നടത്തുന്നത്. നമ്മൾ ഒരു ടൈമിലാണ്, രാത്രിയാണ് നമ്മൾ വന്ന് കണ്ടത്. പക്ഷെ 4-5 ടൈമിൽ പല ടൈമിലും ഈ പറയുന്ന ട്രെയിലർ ലോറി ഓടിച്ചതിന് ശേഷം എവിടെയൊക്കെയാണ് ട്രാഫിക് നിയന്ത്രണങ്ങൾ വേണ്ടത് എന്ന് അവർ ഡിസ്കഷനിലാണ്. അതിനുശേഷമായിരിക്കും, അതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഗേറ്റ് വേ കാർഗോ ഓപ്പൺ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുണ്ടോ. അതായത് നമ്മുടെ ഈ കാണുന്നത് വിഴിഞ്ഞം മുക്കോല നമ്മുടെ പോർട്ടിന് മുന്നിലൂടെ പൂവാറിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് നമ്മൾ കാണുന്നുണ്ടോ. പലപ്പോഴും വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇത് ഇവിടെ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫ്യൂച്ചറിൽ 2028 കൂടെ ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അല്ലെങ്കിൽ ധാരാളം ട്രെയിലർ ലോറി കടന്നു പോകുന്ന സമയത്ത് ഈ റോഡ് ബ്ലോക്ക് ആവും. ഇതൊരു മെയിൻ റോഡ് തന്നെയാണ്. ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്ന വിഴിഞ്ഞം മുക്കോല പൂവാറിലേക്ക് പോകുന്ന മെയിൻ റോഡ് തന്നെയാണ്. തീർച്ചയായിട്ടും ഫ്ലൈ ഓവർ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ചോദിച്ചപ്പോഴും അങ്ങനെയാണ് എനിക്ക് കിട്ടിയതും. ഫ്ലൈ ഓവർ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്, വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്, അതിനാൽ നമ്മുടെ ഈ ലൈറ്റ് എല്ലാം വളരെ ഭംഗിയാണ്. നല്ലൊരു ലൂമൻസ് ഇൻറ്റൻസിറ്റി ഉണ്ട് എന്നാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാനായി സാധിക്കുന്നത്. പിന്നെ രണ്ടാം ഘട്ട വർക്കുകൾ നടക്കുന്നതിനാൽ ധാരാളം ഹെവി വെഹിക്കിൾസ് എല്ലാം ഇവിടെയുണ്ട്, ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം വർക്കുകൾ എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. വർക്കുകളൊന്നും ഈ ഭാഗത്തൊന്നും ഒരു പെൻഡിങ്ങും നിലവിലുള്ളതായിട്ട് നമുക്ക് കാണാനായി സാധിക്കില്ല. ഓരോ വർക്കും നടന്ന സമയത്ത് നമ്മൾ അതാത് സമയത്ത്, എനിക്ക് 2 വർഷം മുന്നെയാണ് ഈ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത സമയത്തെല്ലാം നമ്മൾ ഇവിടെ വന്ന് ഓരോ വർക്കിൻ്റെയും ഡീറ്റെയിൽ അപ്ഡേഷനാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും പ്രീവിയസ് വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. ഇത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന് വേണ്ടിയുള്ള മാത്രം ഒരു ചാനൽ തന്നെയാണ്. ആ പോർട്ടിലെ വർക്കുകൾ തന്നെയാണ് ഞാൻ അപ്ഡേഷനായിട്ട് എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പോർട്ടിൻ്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം തുടങ്ങിയ ചാനൽ തന്നെയാണ്. ഇതിൽ വേറെ ഒരൊറ്റ പ്രോഗ്രാമും നിലവിലില്ല. അത് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. സത്യസന്ധമായിട്ട് പോർട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, കാരണം PPP മോഡലിൽ പണിത് നമ്മുടെ ക്യാഷ് കൊണ്ട് പണിത് നമ്മുടെ പോർട്ടിൻ്റെ കാര്യങ്ങൾ നമ്മൾ സത്യസന്ധമായിട്ട് അറിയുന്നതിന് വേണ്ടി തുടങ്ങിയൊരു ചാനൽ തന്നെയാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ തന്നെയാണ് എല്ലാവരിലേക്കും ഈ സത്യസന്ധമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോർട്ടിൽ നിന്ന് വരുമ്പോൾ ആദ്യ ബ്രിഡ്ജാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ 2 ബ്രിഡ്ജുകളാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഇന്ന് ബ്രിഡ്ജ് മുന്നോട്ട് പോകും. ബ്രിഡ്ജ് ഏകദേശം ഒരു 50-100 മീറ്ററിനകത്താണ് ബ്രിഡ്ജുള്ളത്. തൊട്ടടുത്തൊരു അമ്പലവുമുണ്ട്. ഈ ബ്രിഡ്ജിന്റെ പണികളെല്ലാം വർഷങ്ങൾക്ക് മുന്നേ കംപ്ലീറ്റ് ചെയ്തതാണ്. അതിനുശേഷമാണ് ബ്രിഡ്ജിന്റെ, അതായത് 2 ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ 2 ബ്രിഡ്ജിന്റെ ഇടയിലായിട്ടുള്ള കുറച്ച് പോർഷൻസ് ആണ് ഈ 2 വർഷത്തിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ 2 വർഷം എടുത്തത് തന്നെ ഞാൻ പലപ്പോഴായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്തെല്ലാം ഞാൻ പലപ്പോഴും പറയുമ്പോൾ കാണാൻ വളരെ മനോഹരമാണെങ്കിൽ ഇവിടെ എല്ലാം കുളവും ചെളിയുമായിരുന്ന പ്ലേസ് ആയിരുന്നു. അതെല്ലാം നികത്തിയെടുത്ത്, എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് 7-8 മീറ്ററോളം ചെളി ഉണ്ടായിരുന്നു. ആ ചെളി പൂർണ്ണമായിട്ടും കോരി മാറ്റിയതിന് ശേഷം ഉറപ്പായ പ്രതലത്തിൽ നിന്നാണ് നമ്മൾ ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തിൻ്റെ സഹായത്തോടെ ലെയർ ബൈ ലെയർ ആയിട്ട് മണ്ണിട്ട് പൊക്കി ലെവൽ ചെയ്ത് പാനലിൻ്റെ സഹായത്തോടെ ഈ ഹൈറ്റിൽ എത്തിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം ഹൈറ്റ് കൂട്ടിയതാണ്. ഇവിടെ ഇങ്ങനെയൊന്നും അല്ല, വലിയൊരു കുളവും ചെളിയായിരുന്നു. ഫസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ലിങ്ക് റോഡിൻ്റെ അല്ലെങ്കിൽ കണക്ഷൻ റോഡിന് ഒരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡർ കയറിയിട്ട് ഫസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാവും. ഇപ്പോൾ കാണുമ്പോൾ വളരെ മനോഹരമായി നമുക്ക് തോന്നുമെങ്കിലും അന്ന് ഈ കാണാൻ സ്ഥലത്ത് ഇവിടെ വീഡിയോ എടുക്കാൻ വരാൻ കൂടി പറ്റാത്ത രീതിയിൽ കുളമായിരുന്ന പ്ലേസാണ് ഇപ്പോൾ ഏകദേശം 10-15 അടി ഹൈറ്റിൽ വളരെ ഭംഗിയായിട്ട് ഒരു 4 വരി റോഡായിട്ട് മാറിയിട്ടുള്ളത്. അത്രയും ചെളിയും ഇതെല്ലാം വാരി കളഞ്ഞ ശേഷം വളരെ സ്ട്രോങ് ആയിട്ടാണ് ഈ റോഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്.
അതുമാത്രമല്ല സൈനിങ് ബോർഡുകളെല്ലാം, ലൈറ്റുകളെല്ലാം, ഈ പറയുന്ന എല്ലാ ജോലികളും, ലൈൻ ഉൾപ്പെടെയുള്ള, ഇൻ്റർലോക്ക് ഉൾപ്പെടെയുള്ള, ഈ നമ്മുടെ പ്രൊട്ടക്ഷൻ വാൾ ഉൾപ്പെടെയുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ബ്രിഡ്ജ്. ഈ രണ്ടാമത്തെ ബ്രിഡ്ജ് എത്തുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം 1500 മീറ്ററാണ്. ഇനി ഒരു 200 മീറ്ററാണ്. ഇവിടെ വന്നാൽ തന്നെ നമുക്ക് NH-66 അണ്ടർപാസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ? അത് വളരെ ദൂരെയായിട്ട് അണ്ടർപാസ് കാണാനായി സാധിക്കും. പലരും ചോദിക്കുന്നുണ്ട് ഒരു ചെറിയ അണ്ടർപാസ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ ചെറിയ അണ്ടർപാസ് ആണെങ്കിൽ കണ്ടെയ്നർ ലോറി അതിലൂടെ ഒരേ സമയം ഒരു കണ്ടെയ്നർ ലോറി ഈസി ആയിട്ട് കടന്നു പോകും. തീർച്ചയായിട്ടും അതിലൂടെ കണ്ടെയ്നർ ലോറി കടന്നു പോകുന്ന സമയത്ത് ഞാൻ വീഡിയോ തരാം. അതിലൂടെയാണ് നമ്മുടെ പോർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോണും മറ്റും ലോറികളെല്ലാം ധാരാളം അതിലൂടെയാണ് വന്നുകൊണ്ടിരുന്നത്. കണ്ടെയ്നർ ലോറി ഈസി ആയിട്ട് കടന്നു പോകും. നമുക്ക് അടുത്ത് പോകുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാവും. ഇതാണ് നമ്മുടെ NH-66 എന്ന് പറഞ്ഞാൽ. ഇവിടെ നിന്നാണ് സിഗ്നൽ പരിഷ്കരണമല്ല, അല്ലെങ്കിൽ സിഗ്നൽ ഡെവലപ്മെൻ്റ് എല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നാണ് പോർട്ടിൽ നിന്ന് വരുന്ന ലോറികളെല്ലാം ഡൈവേർട്ട് ചെയ്ത് പല ഭാഗത്തേക്കും പോകുന്നത്. പല ഭാഗം എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ഭാഗത്ത് നിന്ന് പോർട്ടിലേക്ക് കയറുന്നത്, പോർട്ടിൽ നിന്ന് തമിഴ്നാട് ഭാഗത്തേക്ക് പോകുന്നത്, ഇനി ട്രിവാൻഡ്രം ഭാഗത്ത് നിന്ന് പോർട്ടിലേക്ക് കയറുന്നത്, പോർട്ടിൽ നിന്ന് ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്നത്. അങ്ങനെയുള്ള എല്ലാ ഡൈവേർഷൻ വരുന്നത് ഈ ഒരു ജംഗ്ഷനിൽ നിന്നാണ് വരുന്നത്. ഇവിടെ എല്ലാം ട്രാഫിക് സിഗ്നൽ ഉൾപ്പെടെ വയ്ക്കും. അതിനുവേണ്ടിയാണ് NHA 2 ദിവസം മുന്നേ ട്രയൽ റൺ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് തീർച്ചയായിട്ടും അത് ഒരു ടൈമിലാണ് നമ്മൾ കണ്ടത്. ഇനി പല ടൈമിലും വരും. ഇനി വരുന്ന ടൈമിൽ തീർച്ചയായിട്ടും നേരത്തെ തന്നെ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാം. 40 ഫീറ്റ് കണ്ടെയ്നർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ നിലവിലുള്ളതിൽ 40 മീറ്റർ ആണല്ലോ. ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ വരുന്നതും വലിയൊരു കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ 45 മീറ്റർ എന്ന് വെച്ചാൽ റെയർ ആണ്. വളരെ കുറച്ച് കണ്ടെയ്നർ മാത്രമേ വരുള്ളൂ. പക്ഷേ 40 ഫീറ്റും 20 ഫീറ്റ് കോമൺ ആണെങ്കിലും 40 ഫീറ്റിൻ്റെ ഇപ്പോൾ 20 ഫീറ്റ് മാത്രമായിട്ട് ലോറികൾ വളരെ ചുരുക്കമാണ്. 40 ഫീറ്റിൻ്റെ കണ്ടെയ്നർ ലോറിയാണുള്ളത്. അതിൽ ചിലപ്പോൾ 2 20 ഫീറ്റ് പോകും, അല്ലെങ്കിൽ ഒരു 40 ഫീറ്റ് പോകും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ട്രെയിലറാണ് ഇപ്പോൾ നടത്തുന്നത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന തമിഴ്നാട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള നേരത്തെ തന്നെ ഉള്ള ഒരു ഓപ്പണിംഗ് പോർഷൻ ഉണ്ട് NHൻ്റെ സൈഡിൽ. ഇവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ, അതായത് ഞാൻ പലപ്പോഴായിട്ട് പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട്, എല്ലാ റോഡും കാണിച്ചിട്ടുണ്ട്. പക്ഷേ പോർട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇതുവരെയാണ് ഞാൻ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ ലിങ്ക് റോഡിൻ്റെ ഒരു എൻഡ് പോർഷൻ. ഇതുപോലെ 4 എൻഡ് പോർഷൻ, 4 ഓപ്പണിംഗ് പോയിന്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. 4 ഓപ്പണിംഗ് പോയിന്റ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ലിങ്ക് റോഡ് തീർച്ചയായിട്ടും ഓപ്പൺ ആക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ വൈഡായിട്ടുള്ള ഓപ്പണിംഗ് പോയിന്റ് തന്നെയാണ്. ഇതൊരു താൽക്കാലിക റോഡാണ്. തീർച്ചയായിട്ടും ഇതൊരു ക്ലോവർ ലീഫ് ഉൾപ്പെടെയുള്ള പെർമനന്റ് റോഡ് സൊല്യൂഷൻ വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2028 കൂടി തന്നെ നമുക്ക് ക്ലോവർ ലീഫ് ഉൾപ്പെടെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ വരും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുക. അങ്ങനെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അങ്ങനെ വരണം. അങ്ങനെ വരാതിരിക്കാൻ വേറെ മാർഗ്ഗമില്ല. കാരണം രാജ്യത്തിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബും ആഗോള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബുമാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സീപോർട്ട് തിരുവനന്തപുരം എന്ന് പറയുന്നത്. താങ്ക് യു ഫ്രണ്ട്സ്.